ക്രിസ്തുവേശുവിലൂടെ ഞങ്ങൾ അളകൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർത്ത കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. അല്പസമയം അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുമ്പോൾ അങ്ങയുടെ വചനത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ ഞങ്ങൾ ഇടയാക്കണമേ. വന്നതുപോലെയല്ല, സമാധാനത്തോടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുവാൻ ഞങ്ങളെ അങ്ങ് ഇടയാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വന്ന വഴികളിൽ നിന്ന ഇടങ്ങളിൽ നൽകിയ നന്മകൾ എണ്ണുവാനാവില്ല. വന്ന വഴികളിൽ നിന്ന ഇടങ്ങളിൽ നൽകിയ നന്മകൾ എണ്ണുവാനാവില്ല. യോഗ്യതയല്ല, യോഗ്യതയില്ല, യോഗ്യനായവൻ യോഗ്യനായെണ്ണി. യോഗ്യതയില്ല, യോഗ്യതയല്ല, യോഗ്യനായവൻ യോഗ്യനായെണ്ണി. കുറവുകൾ നാഥാ ബഹുലമാണേ, കറകൾ കളങ്കങ്ങൾ ഏറെയാണേ. കുറവുകൾ നാഥാ ബഹുലമാണേ, കറകൾ കളങ്കങ്ങൾ ഏറെയാണേ. മനസ്സലിഞ്ഞു നീ മായ്ച്ചതിനാലൻ മലിനതയെല്ലാം മറഞ്ഞതാണേ. മനസ്സലിഞ്ഞു നീ മായ്ച്ചതിനാലൻ മലിനതയെല്ലാം മറഞ്ഞതാണേ. കൃപയല്ലാതൊന്നുമല്ല, കൃപയില്ലാതൊന്നുമില്ല. എണ്ണുവാൻ കഴിയാത്ത, എണ്ണിയാൽ തീരാത്ത, എണ്ണുവാൻ കഴിയാത്ത, എണ്ണിയാൽ തീരാത്ത കൃപ മാത്രമീ ജീവിതം. ദൈവകൃപ മാത്രമീ ജീവിതം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്രയും സ്നേഹവും ബഹുമാനമുള്ള അഭിനന്ദ തോമസ് ശ്യാമൽ തിരുമേനി, CY തോമസ് അച്ഛൻ, തോമസ് മാത്യു അച്ഛൻ, TU ഉമ്മൻ അച്ഛൻ, CB മാത്യു അച്ഛൻ, എൻ്റെ പ്രിയപ്പെട്ട തോലശ്ശേരിയിലെ കുടുംബാംഗങ്ങളെ, ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 11-ാമത്തെ വയസ്സ് മുതൽ ആഗ്രഹിച്ചതാണ് ഈ പുൽപ്പിറ്റിൽ കയറുവാൻ. പലതവണ ക്രിസ്മസ് കരോളിൻ്റെ തലേദിവസം ഇത് തള്ളി നീക്കുവാനുള്ള അവസരങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇന്ന് ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് നിങ്ങളോട് വചനം സംസാരിക്കുമ്പോൾ കൃപയല്ലാതെ ഒന്നുമില്ല. മലിനതകൾ, കുറവുകൾ, പരിമിതികൾ അനേകമാണ്. എന്നാൽ യോഗ്യനായവൻ യോഗ്യനായി എണ്ണി. എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചവർ, VBS പഠിപ്പിച്ചവർ, 2002 മുതൽ പാട്ട് പഠിപ്പിച്ചവർ, ശുശ്രൂഷയ്ക്ക് ആഗ്രഹം പ്രകടിപ്പിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എൻ്റെ സഭാജനങ്ങൾ, നിങ്ങളെല്ലാവരും കാരണമാണ് ഞാനിന്ന് ഇവിടെ ആയിരിക്കുന്നത്. 1996 എനിക്ക് 2 വയസ്സുള്ളപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അമ്മച്ചിയുടെ അമ്മ വല്യമ്മച്ചി തൻ്റെ 94-ാമത്തെ വയസ്സിൽ മരണക്കിടക്കയിൽ എൻ്റെ അമ്മച്ചിക്ക് ബൈബിൾ കൊടുത്ത് പറഞ്ഞു, ഇതാ കൊച്ചു ചേർക്കന് കൊടുത്തേക്കണേ. വിവരമില്ലായ്മയുടെ കാലത്തും എന്നിലൊരു ശുശ്രൂഷകനെ കണ്ട് തിരിച്ചറിഞ്ഞ വല്യമ്മച്ചി, കണ്ണുനീരോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഇപ്പോഴത്തെ അമ്മച്ചി, എൻ്റെ അമ്മയുടെ മാതാപിതാക്കൾ, എൻ്റെ മാതാപിതാക്കൾ പത്യോപദേശത്തിൽ
ശിക്ഷണത്തിൽ എന്നെ വളർത്തി വലുതാക്കി. എനിക്ക് ധൈര്യം നൽകി എനിക്കൊരു വെല്ലുവിളിയായി മാതൃകയായി നിലനിൽക്കുന്ന എൻ്റെ അമ്മാച്ചൻ, എൻ്റെ വല്യപ്പമാർ, വല്യമ്മമാർ, സഹോദരങ്ങൾ, അച്ചാച്ചന്മാർ, ചേച്ചിമാർ, അനിയന്മാർ, അനിയത്തിമാർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മിടുക്കല്ല. ദിസ് ഇസ് എ ഗ്രൂപ്പ് എഫേർട്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ അന്ന് മുതൽ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ചപ്പോൾ മുതൽ പറയണമെന്ന് വിചാരിച്ച ഒരാളുടെ പേരേ ഉള്ളൂ. അമ്മച്ചി ഇന്നില്ല. തോട്ടത്തിലെ മറിയാമ്മ അമ്മച്ചി. അമ്മച്ചി ബാലവകുപ്പിൽ പഠിപ്പിച്ചത് ഇന്നും അതുപോലെ നിൽക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് എപ്പോൾ ഇറങ്ങിയാലും, എപ്പോൾ വചന ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയാലും അമ്മച്ചിയുടെ മുഖം തെളിഞ്ഞു വരും. അതുപോലെ തന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ജോർജ് കുട്ടി സാർ, ലൈസ ടീച്ചർ, അത് കഴിഞ്ഞുള്ള എല്ലാ ടീച്ചേഴ്സും, ഒരാളുടെ പേര് വിട്ടുപോയ പ്രശ്നമാണ്, എല്ലാ ടീച്ചേഴ്സും, എന്നെ VBSൽ പഠിപ്പിച്ചവർ, എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച എല്ലാ ഇടവപ്പെട്ടക്കാർ, പ്രത്യേകിച്ച് അഭിനന്ദ തോമസ് ശാമുവൽ തിരുമേനി താൻ റിട്ടയർ ചെയ്ത് വന്ന നിമിഷം മുതൽ തൻ്റെ സ്വന്തം മകനെ പോലെ കരുതുകയും സ്നേഹിക്കുകയും ഉപദേശങ്ങളും പ്രാർത്ഥനകളും ബലവും നൽകി തിരുമേനിയും കൊച്ചമ്മയും ഈ ദിവസങ്ങളിൽ എനിക്ക് നൽകുന്ന എല്ലാ സപ്പോർട്ടിനായി, പ്രാർത്ഥനകൾക്കായി ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ടിയോമനച്ചൻ, തോമസ് മാത്യു അച്ഛൻ, രണ്ടുപേരും അകമഴിഞ്ഞ സ്നേഹത്തിൽ വാത്സല്യത്തോടെ എന്നെ ശുശ്രൂഷയിൽ ബലപ്പെടുത്തുന്നു. നിങ്ങളോടുള്ള കടപ്പാട് എത്ര പറഞ്ഞാലും തീരുകയില്ല. സിബി മാത്യു അച്ഛനാകുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാം. പക്ഷേ ഇപ്പോഴും ഒരു സ്വന്തം ജ്യേഷ്ഠനോട് നമുക്കെങ്ങനെ അടുക്കാമോ, എങ്ങനെ സംസാരിക്കാമോ, അങ്ങനെ തന്നെ ഒരു ബന്ധം നിലനിർത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അച്ഛൻ്റെ എല്ലാ സ്നേഹത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. CY തോമസ് അച്ഛൻ ഈ ദിവസങ്ങളിൽ കർത്താവ് ബലപ്പെടുത്തുന്നുവല്ലോ. ഈ വലിയ ഇടവകയുടെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നമുക്ക് ധീരമായൊരു നേതൃത്വം നൽകുവാൻ ഈ ദിവസങ്ങൾ കർത്താവ് ബലപ്പെടുത്തുന്നു. ഇത്രയും സീനിയറായിട്ടുള്ളൊരു അച്ഛൻ്റെ സാന്നിധ്യവും എല്ലാ ഉപദേശങ്ങളും ഏറ്റവും അനുഗ്രഹീതമാണ്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് മുമ്പേ ഈ ദേവാലയത്തിൽ നിന്ന് ഉയർത്തപ്പെട്ട എല്ലാ പട്ടക്കാരെയും ഈ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകിച്ച് സത്യനാഥനച്ഛനെയും, സാം ജോർജ് കുര്യനച്ഛനെയും, ട്യൂമനച്ഛനെയും, തോമസ് ശാമുവൽ തിരുമേനിയെയും ഒക്കെ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. 2002 മുതൽ ഗായക സംഘത്തിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവമിടയാക്കി. എൻ്റെ ഏറ്റവും വലിയ കഴിവെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അഭിമാനത്തോടെ പറയും, ഞാൻ തോലശ്ശേരി CSI സെൻറ്റ് തോമസ് ക്വയറിലെ ഒരു അംഗമാണ്. എവിടെ നിന്നാലും ഏത് പാട്ട് പാടിയാലും അതിൻ്റെ പാർട്സ് പാടുവാൻ ഇപ്പം ദൈവം ഇടയാക്കുന്നത് അതിവിടുത്തെ ശിക്ഷണവും ഇവിടുത്തെ ആ ട്രെയിനിങ്ങുമാണ്. അതുകൊണ്ട് അഭിമാനത്തോടെ ഞാൻ എവിടെ ചെന്നാലും ഞാൻ പറയും, ഞാൻ തോലശ്ശേരിയിലെ ഒരു ഇടവാംഗമാണ്. കഴിഞ്ഞ ദിവസം സ്വീറ്റി കൊച്ചമ്മ എന്നെ വിഷ് ചെയ്തപ്പോൾ പറയുകയായിരുന്നു, തോലശ്ശേരി ഇടവകയുടെ പ്രാർത്ഥനയാണ് നിന്നെ ഇതുപോലെയാക്കിയത്. അത് അടിവരയിട്ട് ഞാൻ പറയട്ടെ, ഇതുവരെ എന്നെ നിലനിർത്തിയത് തോലശ്ശേരി ഇടവാംഗങ്ങളുടെ പ്രാർത്ഥനയാണ്. നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഒരു പ്രാവശ്യം കൂടി അറിയിക്കട്ടെ. ദൈവം തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർപ്പിക്കും. ഇന്നത്തെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി ദക്ഷിണേന്ത്യ സഭയായി നമുക്ക് വേർതിരിച്ചിരിക്കുന്ന വിഷയം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ്. മൈ പീസ് ഐ ഗിവ് യു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. ഏറ്റവും സുപരിചിതമായ ഒരു വാക്കാണ് സമാധാനം. പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടും അനുഭവിക്കുന്നില്ല എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് സമാധാനം. ശാരീരികമായ സമാധാനം, മാനസികമായ സമാധാനം, ആത്മീയമായ സമാധാനം. ഈ സമാധാനമില്ലായ്മ ഉള്ള അനുഭവിക്കുന്ന വ്യത്യസ്തമായ നമ്മുടെ തലങ്ങളിലേക്ക് ക്രിസ്തു എന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. മൈ പീസ് ഐ ഗിവ് യു. 2 കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിച്ച് ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി നാം ഇന്ന് വായിച്ച് കേട്ട പഴയ നിയമ വേദഭാഗം, സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം, അതിൻ്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ആധാരമായി എടുക്കാം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉപവാസങ്ങൾ ഉത്സവമായി തീരണം. ഉപവാസങ്ങൾ ഉത്സവമായി തീരണം. പലപ്പോഴും ഉപവാസങ്ങൾക്ക് പ്രാധാന്യം നഷ്ടപ്പെടുന്ന ഈ കാലയളവിൽ സക്രിയ പ്രവാചകൻ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഉപവാസങ്ങൾ ഉത്സവമായി തീരണം. സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ചിത്രമാണ്
നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അക്കാലത്തെ പ്രവാചകന്മാരായിരുന്ന സെക്കരിയാവും ഹഗ്ഗായിയും അന്നത്തെ യഹൂദജനത്തിന് അവരെ ന്യായപാലനം ചെയ്ത് അവരെ വഴി നടത്തി അവരെ പത്യോപദേശത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുന്ന 2 പ്രവാചകന്മാരായിരുന്നു. ആ പ്രവാചകന്മാർ അവരുടെ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പ്രവചിക്കുന്ന ഭാഗമാണ് നാം ഇവിടെ കാണുന്നത്. എന്താണ് പ്രവചനം? നിങ്ങൾ വായിച്ച് കേട്ട് ശ്രദ്ധയോടെ കേട്ടെങ്കിൽ നമുക്കവിടെ കാണുവാൻ സാധിക്കും. ദ ലാൻഡ് വിൽ ബി ഫെർട്ടൈൽ. ഫലഭൂഷ്ടമായ മണ്ണുള്ള നാട് ഇവിടെ ഉറപ്പ് നൽകുന്നു. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് വേറെയും പറയുന്നുണ്ട്, വെർ പീപ്പിൾ വിൽ ലിവ് ഇൻ പീസ് ആൻഡ് ജോയ്. ജനങ്ങൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന ഫലഭൂഷ്ടമായ ഒരു മണ്ണിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പലപ്പോഴും നമ്മൾ സമാധാനം എന്ത് എന്ന് നിർവചിക്കുമ്പോൾ സുഖമായി സന്തോഷത്തോടെ കഷ്ടങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ പിരിമുറുക്കങ്ങളില്ലാതെ പരിമിതികളില്ലാതെ കണ്ണുനീരില്ലാതെ ജീവിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് സമാധാനം. എന്നാൽ ഇവിടെ പറയുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം വ്യത്യസ്തമാണ്. ഇവിടെ സെക്കറിയാ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്. ഹീസ് ടോക്കിംഗ് അബൌട്ട് ദ ഫ്യൂച്ചർ. പക്ഷേ പ്രസൻറ്റിലും ആ നിമിഷത്തിലും പറയുന്നുണ്ട്, നിനക്ക് ഫലഭൂഷ്ടമായ ഒരു മണ്ണ് തരും, അവിടെ സമാധാനവും സന്തോഷവും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു വിത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു വൈനിനെ കുറിച്ച്, മുന്തിരി ചെടിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്താണ് വിത്തിൻ്റെ ഗുണം? പലപ്പോഴും നമ്മൾ വചനം എന്നും ശ്രവിക്കുന്നവരാണ്. ഈ കോവിഡിന് ശേഷം ഒരു ദിവസം എത്ര വചന ശുശ്രൂഷ നമ്മൾ ശ്രവിക്കുന്നു എന്നുള്ളതിന് പരിധി കാണത്തില്ല, കണക്ക് കാണത്തില്ല. പക്ഷേ ഈ കേൾക്കുന്ന വചനം നമ്മുടെ ഉള്ളിൽ വിത്തായി വീഴുന്നുണ്ടോ? അത് 30, 60, 100 മേനി ഫലം കായ്ക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്. ഇവിടെ ഈ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്. അത് വളർന്ന് പന്തലിച്ച് നല്ല ഫലം കായ്ക്കണമെങ്കിൽ അത് നല്ല നിലത്ത് വീഴണം. വിത്തകാരൻ്റെ ഉപമ അറിയാമല്ലോ. 30, 60, 100 മേനി ഫലം കായ്ച്ചു. നമ്മളെല്ലാവരും 100 മേനി ഫലം കായ്ക്കത്തില്ല എന്നാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. നമ്മൾ എത്ര ഫലം കായ്ക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണമെന്നാണ് ഈ പ്രവാചക പുസ്തകത്തിൽ പറയുന്നത്. നമ്മൾ ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയങ്ങൾ നല്ല നിലങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയായി മാറും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ നമുക്ക് സമാധാനം എങ്ങനെ ലഭിക്കുന്നത് എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഈ വിത്ത്? വിശ്വാസമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ വീഴണം. നമ്മൾ എത്ര വചനം കേട്ടാലും, നമ്മൾ എത്ര ദൈവാലയത്തിൽ ആരാധനയിൽ പങ്കെടുത്താലും, എത്ര പ്രാവശ്യം തിരുമേശയിൽ പങ്കെടുത്താലും വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ ജീവിതം ശൂന്യമായി തീരും. നാം കായ്ക്കുന്നത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണെന്ന് വ്യക്തമായി പ്രവാചകന്മാരിലൂടെ ഇവിടെ യഹോവ അരുളി ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഉപവാസത്തോടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതിന് കാരണം എൻ്റെ പിതാമഹന്മാർ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, എൻ്റെ ഇടവാങ്ങൾ എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. നമ്മുടെ തലമുറകൾ ഈ ദേവാലയത്തിൽ കടന്നു വരണമെങ്കിൽ നമ്മൾ കണ്ണുനീരൊഴുക്കിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളില്ല, പലരും വിദേശത്തേക്ക് പോയി, സമ്മതിച്ചു. പക്ഷേ നമ്മുടെ ദേവാലയത്തിൽ ഉണ്ടെങ്കിൽ ആളുകൾ കടന്നു വരുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ പല ആഘോഷങ്ങളും പല ആവശ്യങ്ങളും വരുമ്പോൾ നമ്മൾ മാറ്റിവെക്കുവാൻ എപ്പോഴും തയ്യാറെടുക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ദൈവവുമായി ചെലവഴിക്കുന്ന കാര്യമാണ്. ഏറ്റവും ടയേർഡാണെങ്കിൽ നമ്മൾ ആദ്യം മാറ്റിവെക്കുന്നത് കുടുംബ പ്രാർത്ഥനയാണ്. രാവിലെ സമയമില്ലെങ്കിൽ നമ്മൾ മാറ്റിവെക്കുന്നത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. ഏതെങ്കിലും ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റിവെക്കുന്നത് വിശുദ്ധ സംസർഗ ശുശ്രൂഷയാണ്. ഏതെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ മാറ്റിവെക്കുന്നത് ഉപവാസ പ്രാർത്ഥനയാണ്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഉപവാസ പ്രാർത്ഥനയിൽ കഴിച്ചിട്ട് വരുന്ന ആളുകളുണ്ട്. പക്ഷേ കഴിക്കേണ്ടതല്ല ഞാൻ പറയുന്നത് ഒരുക്കത്തോടുകൂടി, ഭൗതികമായുള്ള കാര്യമല്ല, ഒരുക്കത്തോടുകൂടി പ്രാർത്ഥനയിൽ കടന്നു വരുവാൻ, കണ്ണുനീരോടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതിന് കാരണം എൻ്റെ മാതാവിൻ്റെ കണ്ണുനീരാണ്. ഞാൻ കൊച്ചിലെ മുതൽ ഈ നിമിഷം വരെ എല്ലാ ദിവസവും രാവിലെ കണ്ണുനീരോടെ എൻ്റെ കിടക്കക്കരിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് എനിക്കുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ ഞാൻ പറയും, എൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും എന്നെ ഇവിടെ നിൽക്കുവാൻ യോഗ്യനാക്കിയവന് ഒരു കരുണ തോന്നിയത് എൻ്റെ മാതാവിൻ്റെ കണ്ണുനീരിനെ തുരുത്തിയിൽ കരുതി വെച്ച് പ്രതിഫലം നൽകുന്ന ദൈവം ജീവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ സെക്കറിയാ പ്രവാചകൻ തരുന്ന വലിയൊരു ഉപദേശമുണ്ട്. ഉപവാസം
ഉത്സവമായി തീരണം. എങ്ങനെയാണ് ഉത്സവമായി തീരുന്നത്? അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണരുമ്പോഴാണ്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. എല്ലാവരെയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിടുവാൻ നമുക്ക് സാധ്യമല്ലായിരിക്കും. പക്ഷേ അവരായിരിക്കുന്ന സ്ഥാനത്ത് വ്യത്യസ്തരായി നിൽക്കുവാൻ അവരെ ഇടയാക്കണമേ എന്ന കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് നഷ്ടമായി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, ഇന്നു മുതൽ നിങ്ങൾ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മക്കളുടെ കിടക്കയിലെ അടുത്ത് വന്ന് അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, അവനെ അനുഗ്രഹിക്കണമേ, ഇവളെ അനുഗ്രഹിക്കണമേ. കണ്ണുനീരവിടെ വീഴുമ്പോൾ ദേഷ്യം തോന്നും. എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്. ഞാൻ കിടന്നുറങ്ങുമ്പോൾ കണ്ണുനീരെൻ്റെ ശരീരത്തിൽ വീഴുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, മാറിപ്പോയി പ്രാർത്ഥിക്കേണ്ട, മാറി പ്രാർത്ഥിക്ക്, അപ്പുറത്തെ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വീണ കണ്ണുനീരൊന്നുപോലും നഷ്ടമായി പോകാതെ തുരുത്തിയിൽ കരുതി വെച്ച് പ്രതിഫലം നൽകുന്നൊരു ദൈവം നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് സമാധാനം നഷ്ടപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ഉപവാസം നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ മാതാപിതാക്കൾ ഉപവാസത്തോടെ കണ്ണുനീരോടെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചെങ്കിൽ നാം ഇന്ന് ഉപവാസമില്ലാതെ പ്രാർത്ഥിക്കുകയാണ്, ചാരിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഉറങ്ങി പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും ദേവാലയത്തിൽ വരുമ്പോൾ ഈ ഫാനിൻ്റെ അടിയിലിരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകും, സ്വാഭാവികമാണ്. പലപ്പോഴും എന്നോടും ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ സുഖമായി തണുപ്പൊക്കെ കിട്ടുമ്പോൾ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നതാണ്. പക്ഷേ നമ്മൾ വേറെ എവിടെങ്കിലും പോയാൽ, സ്കൂളിൽ പോയിരുന്നാൽ, നമ്മുടെ ജോലിയിടങ്ങളിൽ പോയാൽ AC ഉണ്ടെങ്കിൽ നമ്മുടെ അവിടെ ചാരി ഇരുന്ന് ഉറങ്ങുമോ? ഇല്ല. കാരണം നമ്മൾ അവിടെ ഇരുന്ന് ഉറങ്ങിയാൽ നമുക്കൊരു പക്ഷേ സാലറി കിട്ടത്തില്ല. പക്ഷെ ഇവിടെ ഇരുന്ന് ഉറങ്ങുവാൻ, പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ഉറങ്ങുവാൻ, പ്രാർത്ഥനയെ മാറ്റി നിർത്തുവാൻ, ജീവിതകാര്യങ്ങൾക്ക് മുൻഗണന നൽകുവാൻ നമുക്കൊരു ധൈര്യം നൽകുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ മാറ്റി ഒരു മടങ്ങിപ്പോക്ക് ആവശ്യമാണെന്നാണ് ഇവിടെ സക്രിയ പ്രവാചകൻ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ തിരുമേശയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങളുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. ദൈവമേ, പരിമിതികളുണ്ട്, നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ നിരൂപണങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിലൊക്കെ കുറവുകൾ വന്നു പോയിട്ടുണ്ട്. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല എന്നാണ് പ്രാർത്ഥന. ആ ദാവീദ് അനുദപിച്ച പോലെ നമുക്ക് അനുദപിക്കുവാൻ ഈ ദിവസങ്ങൾ ഇടയാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരുടെ, നമ്മുടെ ജീവിതങ്ങളിൽ ഉപവാസങ്ങൾ മടങ്ങി വരട്ടെ. രണ്ടാമതായി, വിശ്വാസം നമ്മളെ അനുരഞ്ജനപ്പെടുത്തുന്നത് ആകണം. നാം ഇന്ന് രണ്ടാം പാഠമായി സുവിശേഷ ഭാഗമായി വായിച്ചു കേട്ടത് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും, സുവിശേഷ ഭാഗമായി വായിച്ചു കേട്ടത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങളുമാണ്. അവിടെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഫെയ്ത്ത് ത്രൂ ജസ്റ്റിഫിക്കേഷൻ ത്രൂ ഫെയ്ത്ത്, വിശ്വാസത്താൽ ഉള്ള നീതീകരണത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന പ്രതിസന്ധി, ഈ സമാധാനത്തെക്കുറിച്ച് നിങ്ങൾ വായിച്ചെങ്കിൽ നിങ്ങൾക്ക് സമാധാനം എന്താണ്, ക്രിസ്തു തരുന്ന സമാധാനം എന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് പറയുന്നുണ്ട്, പ്രസവത്തിന് വേണ്ടി ഒരു അമ്മ തയ്യാറെടുക്കുമ്പോൾ വേദനയോടെയാണ് കുഞ്ഞിനെ പ്രസവിക്കുന്നത്. എന്നാൽ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ വേദന മാറുന്ന ഒരനുഭവമുണ്ട്. ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ, ആ കുഞ്ഞിനെ കൈകളിലേക്ക് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എത്ര ആനന്ദകരമാണ്. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും എന്നാണ് ഈ സുവിശേഷം പറയുന്നത്. അതുകൊണ്ട് ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ട്, എങ്കിലും ലോകത്തെ ജയിച്ചിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കാനാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ തുടർഭാഗമായി 6-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും നാം വായിക്കുന്ന കാര്യം ഇപ്രകാരമാണ്. 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നാം ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നമ്മൾക്ക് വേണ്ടി മരിച്ചു. നമ്മൾ ഭക്തരല്ല, അഭക്തരാണ്. ഞാൻ അഭക്തനായിരുന്നു, പക്ഷെ എനിക്ക് വേണ്ടി ക്രിസ്തു മരിച്ചതുകൊണ്ട് ഞാൻ ഭക്തിയുള്ളവനായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ്. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചു. 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. പലപ്പോഴും നമുക്ക് പരാതികൾ പറയുവാനുള്ള ഒരു സമയമാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനകൾ സ്തോത്രത്തോടെ നമ്മൾ തുടങ്ങി. നമ്മൾ പല കാര്യങ്ങളും, ദൈവമേ എനിക്കത് ലഭിച്ചില്ല, എനിക്കിത് ലഭിച്ചില്ല, എനിക്കത് തന്നില്ല, എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ട്, ഈ വേദനയുണ്ട്. പക്ഷേ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ശരീരത്തിലൊരു മുള്ളുണ്ട്, ആ മുള്ളോടുകൂടി ജീവിക്കുവാൻ എനിക്ക് ബലം നൽകണമേ. അതാണ് സമാധാനം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രയാസങ്ങളും പല വെല്ലുവിളികളും നമുക്ക് മാറ്റുവാൻ സാധിക്കത്തില്ല. അതിൻ്റെ മധ്യത്തിൽ ജയത്തോടെ ജീവിക്കുവാനുള്ള കൃപ നൽകുന്നവനാണ് നമ്മുടെ ദൈവം. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. 1923 ജനിച്ച ഒരു വ്യക്തിയാണ് മുട്ടം ഗീവർഗീസ് ഉപദേശി. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ വീഡിയോസ്.
ഏകദേശം 136 പാട്ട് എഴുതിയ വ്യക്തിയാണ് മുട്ടം ഗീവർഗീസ് ഉപദേശി. അതിസമ്പന്നനായ വ്യക്തിയാണ്. അതിസമ്പന്നതയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് ആ കാലത്ത് 100 വയസ്സ്, കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം മരിക്കുന്നത്, 100 വയസ്സിലാണ് മരിക്കുന്നത്. 1923 മുതലുള്ള കാലഘട്ടം, ആ സമയത്ത് ഏറ്റവും അതിസമ്പന്നമായ ഭവനത്തിൽ ജനിച്ച് MA പാസ്സായ വ്യക്തിയാണ്. വളരെ മിടുക്കനായ വ്യക്തി. ആ സമയത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി അദ്ദേഹം ചുമല് കൊടുക്കുന്നതിനായി ജാപ്നയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു. അദ്ദേഹം ജാപ്നയിൽ ചെന്ന് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. തൻ്റെ ശുശ്രൂഷ ആരംഭിച്ച് അന്ന് വൈകുന്നേരമായപ്പോൾ ഒരു കൂട്ടം നക്സലൈറ്റുകൾ അദ്ദേഹത്തിൻ്റെ വാതിക്കൽ വന്ന് മുട്ടി. അദ്ദേഹം കതക് തുറന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, വചനം നീ പ്രസംഗിക്കരുത്, നീ ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതിന് തിക്താനുഭവങ്ങളുണ്ടാകും. മുട്ടത്ത് അപ്പച്ചൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇനിയും ക്രിസ്തുവിനെ പ്രസ്താവിക്കുവാൻ, ക്രിസ്തുവിനെ സുവിശേഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നീ നിൻ്റെ മനസ്സിനെ ഒരു പ്രാവശ്യം കൂടി ശോധന ചെയ്യണം, ഈ തീരുമാനം ഒന്നുകൂടെ ഒന്ന് പുനഃപരിശോധിക്കണം, ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ വരും, ഞങ്ങൾ ഇനി ഒരു പ്രാവശ്യം കൂടി വരുത്തി കഴിഞ്ഞാൽ അന്നത്തെ അനുഭവം വ്യത്യസ്തമായിരിക്കും എന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോയി. 2 ആഴ്ച കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ യാതൊരു മാറ്റവുമില്ല. ലഭിച്ച കൃപയോടുകൂടി അധികമായി സുവിശേഷ വിലയുന്ന മുട്ടത്തപ്പച്ചനെ കണ്ടപ്പോൾ ഇവർ ഇരച്ചു കയറി അർദ്ധരാത്രിയിൽ ഒരു ദിവസം കടന്നു വരികയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നീ സുവിശേഷം പറയുവാൻ നീ ഇപ്പോഴും തയ്യാറെടുത്ത് നിൽക്കുകയാണോ? നിന്റെ ഉള്ളിൽ പ്രാപിച്ച ആ ഒരു സന്തോഷത്തെ പകർന്നു നൽകുവാൻ നിനക്ക് ഇപ്പോഴും ധൈര്യമുണ്ടോ? ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ഈ വെല്ലുവിളികളുടെ മധ്യത്തിൽ ക്രിസ്തുവിനെ സുവിശേഷിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുട്ടത്തപ്പച്ചൻ പറഞ്ഞു, ധൈര്യമുണ്ട്, ഞാൻ അറിഞ്ഞ ക്രിസ്തുവിനെ ഞാൻ അന്ത്യത്തോളം പ്രസ്താവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇവർ പിടിച്ചു കെട്ടി മുട്ടിന്മേൽ നിർത്തി മനുഷ്യൻ്റെ മലം വായിലേക്ക് കുത്തിയിറക്കിയിട്ട് പറഞ്ഞു, നീ പ്രസംഗിക്ക്, നിന്റെ വായുകൾ അശുദ്ധമായി തീർന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. വീണ്ടും സുവിശേഷം വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അദ്ദേഹം പട്ടിണി കിടക്കുമായിരുന്നു, ഉപവാസത്തിന് അനുസൃതമായിട്ട് പട്ടിണി കിടക്കുമായിരുന്നു. പക്ഷേ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചതിന് ശേഷം അവർ കുടുംബമായി പട്ടിണി കിടന്ന കുറച്ച് നാളുകളുണ്ട്. ഉപവാസമല്ല, പട്ടിണി കിടന്ന, ഭവനത്തിൽ ഒന്നുമില്ലാതെ ഇരുന്ന നാളുകളിൽ പട്ടിണി കിടന്ന ദിവസങ്ങൾ. തൻ്റെ കുടുംബത്തിൽ നിന്ന്, തൻ്റെ കുടുംബത്തിൻ്റെ മറുതലിപ്പിനെ അതിന് മറുപടിയായി കുടുംബം വിട്ട് മാറി താമസിക്കുന്ന മുട്ടത്തപ്പച്ചൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഞരക്കം കേൾക്കുകയാണ്. തൻ്റെ സഹധർമ്മിണി അകത്ത് കരയുകയാണ്. അകത്ത് ചെന്ന് നോക്കുമ്പോൾ പട്ടിണി കിടന്നിട്ട് 16 ദിവസമായി, വെള്ളം മാത്രമേ ഉള്ളൂ, കഴിക്കുവാനോ കുടിക്കുവാനോ ഒന്നുമില്ല. അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ തൻ്റെ ഭാര്യ കിടന്ന് ഞരങ്ങുകയാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത പെൺകുട്ടി മുലകുടി മാറിയതാണ്, 2ാമത്തെ കുഞ്ഞിന് മുല കൊടുക്കുകയാണ്. 16 ദിവസമായി ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഈ 2ാമത്തെ കുഞ്ഞിനും മനസ്സിലായി, ജീവിക്കണമെങ്കിൽ അമ്മയുടെ പാല് കുടിച്ചാൽ മാത്രമേ എനിക്കും ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. 2 പേരും കൂടെ ഒരുമിച്ച് ഈ അമ്മയുടെ പാല് കുടിക്കുവാൻ ശ്രമിക്കുകയാണ്. ഈ അമ്മയുടെ ഉള്ളിലേക്ക് ഭക്ഷണമൊന്നും ചെല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും പുറത്തേക്ക് വരുന്നില്ല. തളർന്ന് കിടക്കുന്ന ഈ ഭാര്യയെ നോക്കി മുട്ടം ഗീവർഗീസ് അപ്പച്ചൻ കൈ ചൂണ്ടി ഇങ്ങനെ പാടി, നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വാഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ, ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. സഹജ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരല്ല, കൂട്ടുകാരി എന്ന അർത്ഥം. അല്ലയോ സഹജേ, ഈ അഴലേറുന്ന ജീവിതത്തിൻ്റെ മരുവിൽ നീ തളരുകയാണോ? നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, അന്ത്യം വരെ കൺമണി പോലെ കാത്തരുളുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് മുട്ടത്തപ്പച്ചൻ പാടി. അതിനുശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു മഴവില്ല് കണ്ടു. അദ്ദേഹം ഇപ്രകാരം അതിനെ നോക്കി പാടി, കാർമൂകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലാതിന്മേൽ, കരുതുക വേണ്ട നിൻ ഭീകരങ്ങൾ,
കെടുതികൾ തീർത്തവൻ കരുതിടുമേ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഈ പാട്ടെഴുതി വെളിയിലേക്ക് മുട്ടത്തപ്പച്ചൻ ഇറങ്ങിയപ്പോൾ ഒരു സ്ത്രീ വാതിൽക്കൽ നിൽക്കുന്നു. ഒരു കവറ് കൊടുത്തു. ആ കവറ് തുറന്നു നോക്കിയപ്പോൾ 24 അരിയും 8 അണയും ആ സഞ്ചിയിലുണ്ടായിരുന്നു. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, അന്ത്യം വരെ നിന്നെ പോറ്റി പുലർത്തും. കാർമുകിലേറെ കരേറുകിലും കാണുന്നില്ലേ ഒരു മഴവില്ല. പ്രിയമുള്ളവരെ, നമുക്ക് കഷ്ടമുണ്ട്, നമുക്ക് രോഗമുണ്ട്, മാരകങ്ങളായ അസുഖങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിന് സൗഖ്യം നൽകുന്നൊരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം. ഈ തിരുമേശയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവേ, തിരുശരീര രക്തങ്ങളെ സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്നത് എൻ്റെ ബലഹീനതകളെ മാറ്റി എനിക്ക് ശക്തി നൽകുന്നതായി തീരുവാൻ, എൻ്റെ ജീവിതത്തിൽ അസമാധാനമുള്ള ഇടങ്ങളിൽ സമാധാനം ഏറ്റെടുക്കുവാൻ, സൗഖ്യത്തോടെ മടങ്ങിപ്പോകുവാൻ എന്നെ ഇടയാക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് സമാധാനം അരുളി ഞങ്ങളെ വഴി നടത്തുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളുടെയും മധ്യത്തിൽ അങ്ങ് തരുന്ന സമാധാനം എന്തെന്ന് മനസ്സിലാക്കി അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ബുദ്ധിമുട്ടിൻ്റെ മധ്യത്തിൽ, അനാരോഗ്യത്തിൻ്റെ മധ്യത്തിൽ അങ്ങയെ ഉയർത്തുവാൻ, അങ്ങയിൽ ശരണം കണ്ടെത്തുവാൻ, അങ്ങയിൽ സൗഖ്യം പ്രാപിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. തിരുമേശയിലേക്ക് വരുവാൻ ഞങ്ങളെ തന്നെ ഒരുക്കുമ്പോൾ പ്രാർത്ഥനയോടെ അനുതാപത്തോടെ സൗഖ്യത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ഇന്ന് ഞങ്ങളെ ഇടയാക്കണമേ. മാനവും മഹത്വവും അങ്ങെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ